Hello students, Top Tuition ഇന്നത്തെ ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 4 റെഡോക്സ് റിയാക്ഷൻസ് ചാപ്റ്ററിലെ ലേറ്റസ്റ്റ് അസസ് സെക്ഷൻ. Question 1. നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ അൺബാലൻസ്ഡ് ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. ആൻസർ: കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ എലമെൻറ്റും നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പേഴ്സ് ആണെന്ന് എൻഷുർ ചെയ്യാണ് വേണ്ടത്. തുടക്കം: നൈട്രജൻ റിയാക്ഷൻ സൈഡിൽ 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നൈട്രജൻ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നൈട്രജൻ ആറ്റം 2 ആയി. നൈട്രജൻ ബാലൻസ് ചെയ്തു. ഇനി ഹൈഡ്രജനോ? റിയാക്ടൻ സൈഡിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 × 3 6 ആയി റിയാക്ടൻ സൈഡിലും. അങ്ങനെ ഹൈഡ്രജനും ബാലൻസ് ചെയ്തു. ഇനി ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എൻഷുർ ചെയ്യണം നൈട്രജനും ബാലൻസ് പോയിട്ടില്ല എന്ന്. അതായത് നൈട്രജനും 2 ആണ്, ഹൈഡ്രജൻ 6 ആണ് ബോത്ത് സൈഡിൽ. ഓക്കെ, ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഈസ് N2 + 3H2 gives 2NH3. Next question. Find out the total number of atoms of the same type in both reactants and the products. അതായത് നൈട്രജൻ ഹൈഡ്രജൻ ഓരോ ആറ്റവും രണ്ട് സൈഡിലും ഈക്വൽ നമ്പേഴ്സിലാണെന്ന് നമ്മളിവിടെ എൻഷുർ ചെയ്തു. അത് എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിയാക്ടൻ സൈഡിൽ 2 നൈട്രജൻ 6 ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡിൽ 2 നൈട്രജൻ 6 ഹൈഡ്രജൻ. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഈസ് ദ സെയിം ഓൺ ബോത്ത് ദ സൈഡ്സ്. ബോത്ത് ദ സൈഡ്സിൽ രണ്ട് ഹൈഡ്രജനും നൈട്രജനും നോക്കിയാൽ രണ്ടും ബാലൻസ്ഡ് ആണ്, ഈക്വൽ നമ്പേഴ്സിലാണ് ഉള്ളത്. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജനും നൈട്രജനും റിയാക്ട് ചെയ്തും അമോണിയ ഉണ്ടാക്കുന്ന ആ റിയാക്ഷൻ്റെ 28 gram ഓഫ് നൈട്രജൻ കമ്പൈൻസ് വിത്ത് 6 gram ഓഫ് ഹൈഡ്രജൻ. ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് അമോണിയ. നൈട്രജൻ്റെ ഹൈഡ്രജൻ്റെയും ആറ്റമിക് മാസ് യൂണിറ്റിലുള്ള വാല്യൂസും തന്നിട്ടുണ്ട്. നോക്കാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ N2 + 3H2 gives 2NH3. ഇക്വേഷൻ എഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 28 gram നൈട്രജനും 6 gram ഹൈഡ്രജനുമാണ് റിയാക്ട് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ടേക്കൺ 28 + 6 gives 34 gram. റിയാക്ടൻ സൈഡിൻ്റെ ഗ്രാം 34 gram ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ പറയുന്നത്? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്. റിയാക്ടൻസിൻ്റെ മാസ് 28 + 6 34 ആണെന്ന് കണ്ടു. ഈ ലോ പ്രകാരം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൺസർവേഷൻ അനുസരിച്ചിട്ട് റിയാക്ടൻ സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മാസും മാച്ച് ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും 34 തന്നെ ആയിരിക്കുമല്ലോ. ആ അടിസ്ഥാനത്തിൽ നമുക്ക് 34 gram ആണ്. ഒരു പ്രോഡക്റ്റ് സൈഡിലുള്ള ഒരേ ഒരു കോമ്പൗണ്ടേ ഉള്ളൂ, അമോണിയ. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് സൈഡിലെ മാസ് ഈ അമോണിയയുടെ മാസ് തന്നെയായിരിക്കും. അത് റിയാക്റ്റൻസിൻ്റെ മാസായ ഈ 34 gram ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി വേറൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹിൻഡിൽ തന്നിട്ടുണ്ട് ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും ആറ്റമിക് മാസ് യൂണിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും നമുക്ക് ഉണ്ട്. അവിടെ N2 + 3H2 gives 2NH3. ഇവിടെ ആറ്റമിക് മാസ് യൂണിറ്റ് അനുസരിച്ചിട്ട് റിയാക്ടൻ സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആറ്റമിക് മാസ് യൂണിറ്റ് ഓഫ് നൈട്രജൻ നോക്കൂ. നൈട്രജൻ്റെ 1ൻ്റെ വെയിറ്റ് 14 ആണ്. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ട്? 2. അപ്പോൾ നൈട്രജൻ്റെ മാസ് 2 × 14 28 gram. ഇനി ഹൈഡ്രജൻ്റെ 1ൻ്റെ മാസ് 1U ആണ്. ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ മാസ് ഓഫ് 3H2 3 × 2 ഹൈഡ്രജൻ 1 × 2 then 6. അമോണിയയുടെ 2 × നൈട്രജൻ്റെ മാസ് 14 പ്ലസ് ഹൈഡ്രജൻ്റെ മാസ് 1 × 3. ഇതാണ് ഒരു അമോണിയയുടെ മാസ്. 2 അമോണിയ ഉള്ളത് കാരണം നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആ
കാൽക്കുലേഷൻ 2 × 17 gives 34U കിട്ടി. അതായത് ആറ്റമിക് മാസ് യൂണിറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ 28 + 6 റിയാക്റ്റൻറ്റ് സൈഡ് ടോട്ടൽ ആറ്റമിക് മാസ് യൂണിറ്റ് വരും. പ്രോഡക്റ്റ് സൈഡിന് 34 തന്നെ വരും. അതായത് 28U നൈട്രജൻ റിയാക്ട് വിത്ത് 6U ഹൈഡ്രജൻ ഗിവ്സ് 34U ഓഫ് അമോണിയ എന്നാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ വഴി മനസ്സിലാക്കിയത്. ഇനി ഇത് യുവിന് പകരം ഗ്രാം ആണെന്നുണ്ടെങ്കിൽ എല്ലാനും ഗ്രാമിലേക്ക് മാറ്റിയാൽ എന്താവും? 28 gram ഓഫ് നൈട്രജൻ പ്ലസ് 6 gram ഓഫ് ഹൈഡ്രജൻ ഗിവ്സ് 34 gram ഓഫ് അമോണിയ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 28ഉം 6ഉം നൈട്രജനും ഹൈഡ്രജനും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലും 34 gram ഓഫ് അമോണിയ തന്നെ ആൻസർ. Second question, C+4HNO3 gives 2H2O plus CO2 plus 4NO2. ഈ റിയാക്ഷനിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് റിയാക്ഷൻസിന്റെ മേലിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ, കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് നോക്കാം. കാർബൺ റിയാക്റ്റൻറ്റ് സൈഡിൽ എലമെന്റൽ ഫോമിലാണ്. എലമെന്റൽ ഫോമിലാകുമ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. കാരണം എലമെന്റൽ ഫോമിൽ ന്യൂട്രൽ സ്റ്റേജിലാണ് എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു 0. റീസൺ എലമെന്റൽ ഫോമിലായത് കാരണം. ഇനി പ്രോഡക്റ്റ് സൈഡിൽ കാർബൺ എവിടെയുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാഗമായിട്ടാണ് പ്രോഡക്റ്റ് സൈഡിൽ. വേറെ ഒന്നിലും കാർബൺ ഇല്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാർബൺ ഉള്ളത്. ഇവിടെ പ്രോഡക്റ്റ് സൈഡിലെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഉള്ള ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയാം, -2. കാരണം ഓക്സിജന്റെ ആറ്റമിക് നമ്പർ 8 ആണ്, 2, 6 ആണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്സിഡേഷൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാനായിട്ട് 2 ഇലക്ട്രോണിന്റെ കുറവാണ്. ആ 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാണ്, റിസീവ് ചെയ്തിട്ടാണ് ഓക്സിജൻ അതിന്റെ ഒക്ടറ്റിലേക്ക് പോകുന്നത്. അതായത് 2 ഇലക്ട്രോൺ സ്വീകരിച്ച കാരണം ഓക്സിജൻ -2. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇൻഫർമേഷൻ ആയിട്ട് വരണം. ഇനി ഓക്സിജൻ -2 ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജന്റെ ഭാഗത്തു നിന്നുള്ള 2 ഓക്സിജൻ ആറ്റം ഉണ്ടല്ലോ. 2 ഇൻറ്റു ഒരെണ്ണത്തിൻ്റെത് -2, 2 × -2 -4 ആണ് കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജന്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ കാർബണിൻ്റെത് എന്തായിരിക്കണം? +4. എന്നിട്ട് ഇക്വേഷൻ എടുത്തെഴുതുക. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി. കാർബണിന്റെ റിയാക്റ്റൻറ്റ് സൈഡിൽ 0, പ്രോഡക്റ്റ് സൈഡിൽ +4. വാട്ട് ഹാപ്പൻ ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ? ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +4ലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തു. റിയാക്ഷന് മുമ്പ് 0, പ്രോഡക്റ്റ് സൈഡിൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ +4ലേക്ക് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു കാർബൺ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ? കാർബണിന് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ സംഭവിച്ചിരിക്കുന്നത്? ആൻസർ, ഓക്സിഡേഷൻ. കാർബൺ അണ്ടർഗോസ് ഓക്സിഡേഷൻ. കാരണം ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്നും +4ലേക്ക് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഓക്സിഡേഷൻ. വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ ആണ് സംഭവിക്കുക ഒരു റിയാക്ഷനിൽ, അതും മനസ്സിലാക്കുക. പിന്നെ റെഡ്യൂസിങ് ഏജന്റ് ഏതിനാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അതാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ നമുക്ക് ഓരോ എലമെന്റിന്റെയും ഓക്സിഡൈസിങ് നമ്പർ പോപ്പുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? നമ്മൾ നോക്കണം, ഹൈഡ്രജൻ ആണോ നൈട്രജൻ ആണോ? ഇവിടെ നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെത് +1ഉം ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അപ്പോൾ ഈ HNO3യുടെ ടോട്ടൽ ചാർജ് 0 ആകണമെങ്കിൽ ഓക്സിജൻ സൈഡിൽ നിന്ന് 2 × -2 ദാറ്റ് ഈസ് -6 ആണ് ഓക്സിജന്റെ ഭാഗത്തുനിന്ന്. ഹൈഡ്രജൻ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അത് +1 ആണ്. അപ്പോൾ +1 + -6. അപ്പോൾ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഭാഗത്തു നിന്ന് ടോട്ടൽ വരുന്നത് -5 ആണ്. -5നെ ബാലൻസ് ചെയ്യാൻ അപ്പോൾ നൈട്രജൻ എന്തായിരിക്കും വേണ്ടേ? +5. അപ്പോൾ
നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിയാക്റ്റൻറ്റ് സൈഡിൽ +5 ആണെന്ന് കിട്ടി. ഇനി സിമിലർലി പ്രോഡക്റ്റ് സൈഡിൽ നൈട്രജൻ ഉള്ളത് NO2ൻ്റെ കൂടെയാണ്. NO2ൻ്റെ കൂടെ ആകുമ്പോൾ ഓക്സിജൻ്റെ -2 ആണെന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 × -2 -4. അപ്പോൾ നൈട്രജൻ്റെ എന്തായിരിക്കണം? +4. അതായത് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് +5ൽ നിന്നും +4ലേക്ക് കുറഞ്ഞിരിക്കുന്നത്. അതായത് നൈട്രജനാണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. റിഡക്ഷൻ സംഭവിക്കുന്നത് ഏതാണോ അതാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ നൈട്രജൻ ഫ്രം നൈട്രിക് ആസിഡ് HNO3യിലെ നൈട്രജനാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നമ്പർ പോപ്പുലേറ്റ് ചെയ്തു ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സിമിലർലി വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്? റെഡ്യൂസിങ് ഏജൻറ്റിന് മനസ്സിലാക്കണം അത് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് നമ്മൾ ഓൾറെഡി കണ്ടു കാർബണിനാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. കാർബൺ ആണ് ഓക്സിഡേഷൻ നമ്പർ കൂടി ഓക്സിഡൈസ്ഡ് ആയിരിക്കുന്നത്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട് SO2. ഇതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്റ് തന്നിട്ടുണ്ട്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഹൈഡ്രജന്റെ +1 ആണെന്ന് തന്നിട്ടുണ്ട്. ചില കേസിൽ ഇങ്ങനെ ഹിന്റ് തരും. അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. നമുക്കറിയില്ലാത്തത് സൾഫറിൻ്റെയാണ്. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്? ആൻസർ എഴുതാം. നമുക്ക് അസ്യൂം ചെയ്യാം ഇത് സൾഫറാണ് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വാല്യൂ X ആണെന്ന് സങ്കല്പിക്കൂ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ = X. പിന്നെ സൾഫറിൻ്റെ കൂടെയുള്ള എലമെൻറ്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് O = -2. ഇനി നമുക്കറിയുന്ന ഒരു അടുത്ത ഇൻഫർമേഷനാണ് ഈ SO2 ഒരു കോമ്പൗണ്ട് ആകുമ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. അതായത് ഓക്സിജൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജും സൾഫറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ആ ടോട്ടൽ സം 0 ആയിരിക്കും. അതായത് സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് 0. ഇത്ര ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കാൽക്കുലേഷൻ ചെയ്യുന്നത് സൾഫർ ഡയോക്സൈഡ് SO2യിൽ ഒരു സൾഫറും 2 ഓക്സിജനുമാണുള്ളത്. ഒരു സൾഫറും 2 ഓക്സിജനും ഇതിൻ്റെ ടോട്ടൽ സം 0 ആണ്. സൾഫറിൻ്റെ നമ്മൾ അസ്യൂം ചെയ്തു X ആണെന്ന്. X + 2 ഓക്സിജൻ ഉണ്ട്. ഓരോന്നിൻ്റെ -2 ആണ് ചാർജ്. അപ്പോൾ 2 × -2. X + 2 × -2 ഇതാണ് ടോട്ടലായിട്ട് വാല്യൂ സം ചെയ്യുമ്പോൾ 0 ആണ്. X + 2 × -2 X - 4 = എത്രയാണ് ടോട്ടൽ ചാർജ്? 0 ആണ്. ദാറ്റ് ഈസ് X - 4 = 0. സോ X = +4. ആ X എന്താണ് നമ്മൾ സങ്കല്പിച്ചത്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ. അതായത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO2 ഈസ് +4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO3. SO2യിൽ കണ്ടുപിടിച്ച മാതിരി SO3യിൽ എത്രയാണ്? സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്. സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് എല്ലാ ഇൻഡിവിജ്വൽ എലമെൻസിൻ്റെയും നോക്കുമ്പോൾ 0 ആണെന്ന ഇൻഫർമേഷൻ നമുക്കറിയാം. ഇനി അതിൻ്റെ കാൽക്കുലേഷൻ എന്ത് വരും? SO3യിൽ ഒരു സൾഫറും 3 ഓക്സിജനുമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X, അതായത് X + 3 ഓക്സിജൻ ഉള്ളത് കാരണം 3 × ഒരെണ്ണത്തിൻ്റെ ചാർജ് -2. X + 3 × -2 = X - 6 ആണ്. X - 6 ആണ് ടോട്ടൽ ചാർജ് 0. ദാറ്റ് ഈസ് X = +6. അതായത് X എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO3 ഈസ് +6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2SO3യിലാണ്. സിമിലർ വേ നമ്മൾ കാൽക്കുലേഷൻ നടത്തും. സൾഫറിൻ്റെ ഓക്സിഡേഷൻ X ആണെന്ന് അസ്യൂം ചെയ്തു. സം 0 ആണെന്ന് അറിയാം. ദെൻ കാൽക്കുലേഷൻ H2SO3യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ദാറ്റ് ഈസ് 2 × +1. 2 × +1 ആണ് ഹൈഡ്രജൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ സൾഫർ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. ദാറ്റ് +X + ഓക്സിജൻ എത്രയുണ്ട്? 3 × -2
അതാണ് ഈ ടോട്ടൽ H2SO3ന്റെ ചാർജ്. ദാറ്റ് ഈസ് 2 + x - 6 = x - 4. അതാണ് ടോട്ടൽ ചാർജ് ആയ 0. x - 4 = 0. സോ x = +4. സോ ആൻസർ, oxidation number of sulfur in H2SO3 is +4. Next question. H2SO4ൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം വേയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്തു. എക്സ് ആണെന്ന് അസ്യൂം ചെയ്തു. സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജന്റെ നമുക്കറിയാം -2. സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഈ കോമ്പൗണ്ടിൽ വരുമ്പോൾ 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എസിൻ്റെത് H2SO4ൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ: 2 ഹൈഡ്രജൻ 2 × +1 പ്ലസ് ഒരു സൾഫർ, സോ എക്സ്, ദെൻ 4 × -2, 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 + x - 8, that is x - 6 = 0, x = +6. That means oxidation number of sulfur in H2SO4 is +6. Question. Certain statements are given below. Write whether they are true or false. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. The process involving an increase in oxidation number is oxidation. ഇത് ട്രൂ ആണ്, കാരണം ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് ഓക്സിഡേഷൻ. നെക്സ്റ്റ്, ദ പ്രോസസ് ഇൻവോൾവിംഗ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓക്സിഡേഷൻ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ അല്ല, ഡിക്രീസ് ആകുമ്പോൾ അത് റിഡക്ഷൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് റിഡക്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷനും റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷനുമാണ് കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് റിഡക്ഷൻ ആണ് കറക്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. ക്വസ്റ്റ്യൻ. ബാലൻസ് ഗിവൺ കെമിക്കൽ ഇക്വേഷൻസ്. ആദ്യത്തെ SO2 + O2 gives SO3. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. സൾഫറിൻ്റെത് പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലും ഓരോ ആറ്റമാണ്, ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 + 2 4, റിയാക്റ്റൻറ്റ് സൈഡ് പ്രോഡക്റ്റ് സൈഡിൽ 3, ബാലൻസ്ഡ് അല്ല. അപ്പോൾ 2 കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ 2 കൊടുത്തു കഴിയുമ്പോൾ സൾഫർ പ്രോഡക്റ്റ് സൈഡിൽ 2 ഉണ്ട്, റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ സൾഫർ ബാലൻസ്ഡ് ആയി. ഓക്സിജനും ബാലൻസ്ഡ് ആയോ നോക്കൂ. 2 × 3 6, പ്രോഡക്റ്റ് സൈഡിൽ 2 × 2 + 2, സോ 4 + 2 6, റിയാക്റ്റൻറ്റ് സൈഡിലും ബാലൻസ്ഡ് ആയി സൾഫറും ഓക്സിജനും. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2SO2 + O2 gives 2SO3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. H2O2 gives H2O + O2. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഉള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ 2 + 1 3, ഓഡ് നമ്പർ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ഈവൻ നമ്പർ ആക്കുന്ന ലെവലിൽ പെട്ടെന്ന് ബാലൻസിങ് ട്രൈ ചെയ്യാനുള്ള 2 കൊടുത്തു. ഈ കേസിൽ ഹൈഡ്രജൻ്റെ നോക്കൂ, ഓക്സിജൻ്റെ നോക്കൂ. ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ 2 + 2 4 ഉണ്ട്, റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഹൈഡ്രജനോ 2H2 2H2, ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. സോ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2H2O2 gives H2O + O2. Next question. CH4 + O2 gives H2O + CO2. ഇതിനെ ബാലൻസ് ചെയ്യാം. കാർബൺ ലെഫ്റ്റ് സൈഡിലും 1, റൈറ്റ് സൈഡിലും 1, കാർബൺ ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ 4 ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 4, റൈറ്റ് സൈഡിൽ 4, ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി, കാർബണും ബാലൻസ്ഡ് ആയി. ഇനി നോക്കൂ, ഓക്സിജൻ ലെഫ്റ്റ് സൈഡിൽ 2 ഉള്ളത്, റൈറ്റ് സൈഡിലോ 2 + 2 4 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും 4 ആയി, റൈറ്റ് സൈഡിലും 4 ആയി. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് CH4 + 2O2 gives 2H2O + CO2. Next question. Fe + HCl gives FeCl2 + H2. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കും. Fe രണ്ട് സൈഡിലും ഓരോ ആറ്റമാണ്, ഫൈൻ.
പ്രശ്നമില്ല, ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ നോക്കൂ, ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 2. ക്ലോറിൻ ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 2. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്താൽ ഹൈഡ്രജനും ക്ലോറിനും രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തു. So the balanced chemical equation is Fe plus 2HCl gives FeCl2 plus hydrogen. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷൻസിലെ എല്ലാ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കണം. പിന്നെ ആൻസർ ചെയ്യണം ഈ റിയാക്ഷൻ ഒരു റെഡോക്സ് റിയാക്ഷൻ ആണോ അല്ലയോ എന്ന്. CaCO3 plus 2HCl gives CaCl2 plus H2O plus CO2. ഇതാണ് തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ. നമ്മൾക്ക് ഒരു റിയാക്ഷൻ അത് റെഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് നോക്കുന്നത് ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തിട്ട് ഓക്സിഡേഷൻ നടന്നോ റിഡക്ഷൻ നടന്നോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഓക്സിഡേഷൻ റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയി നടന്ന റിയാക്ഷൻസ് ആണ് റെഡോക്സ് റിയാക്ഷൻസ്. നമുക്ക് എഴുതാം. ആദ്യം കെമിക്കൽ റിയാക്ഷൻസിലെ എല്ലാ എലമെൻസിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതാം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് ആദ്യം വരണം. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്സിജൻ -2, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. ചിലപ്പോൾ നമുക്ക് ഹിൻ്റായി തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറിയുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കണം. ഓരോ എലമെൻറ്റിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യൂ. കാൽഷ്യത്തിൻ്റെ CaCO3യിലാണ് കാൽഷ്യം ഉള്ളത്. CaCO3യിൽ ടോട്ടൽ ചാർജ് 0 ആണെന്ന് നമുക്കറിയാം. കാൽഷ്യത്തിൻ്റെ +4 ആണ്, ഓക്സിജൻ -2. ഓക്സിജൻ്റെ ഭാഗത്ത് നിന്നും -2 × 3 ആകുമ്പോൾ -6. -6 കാർബണിൻ്റെ +4, -6 +4 ആകുമ്പോൾ -2 ആണ് CO3 സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ കാൽഷ്യത്തിൻ്റെത് +2. ഇനി കാർബൺ നമുക്കറിയാം +4, അത് C4+ ആയിട്ടാണ് CaCO3യിൽ ഉള്ളത്. ഓക്സിജൻ -2, O2- in CaCO3. ഹൈഡ്രജൻ എനിവേ നമുക്കറിയാം +1. ക്ലോറിൻ -1. HClൻ്റെ ഭാഗമാണ് ക്ലോറിൻ. റിയാക്റ്റൻറ്റ് സൈഡിൽ +1 ഹൈഡ്രജൻ, -1 ക്ലോറിൻ. ഇനി ഓക്സിഡേഷൻ നമ്പർ നമുക്ക് പ്രോഡക്റ്റ് സൈഡിലേയും പോപ്പുലേറ്റ് ചെയ്യണം. പ്രോഡക്റ്റ് സൈഡിൽ കാൽഷ്യം ഉള്ളത് ക്ലോറിൻ്റെ കൂടെയാണ്. ക്ലോറിൻ്റെത് -1 ആണ് ചാർജ്. 2 ക്ലോറിൻ ഉണ്ട്. -1 × 2 ആകുമ്പോൾ -2 ആകും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ എന്താകും? +2. ന്യൂട്രലൈസ് ആവണമല്ലോ. അപ്പോൾ Ca2+ in CaCl2 പ്രോഡക്റ്റ് സൈഡിൽ. നെക്സ്റ്റ് ക്ലോറിൻ്റെത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹൈഡ്രജൻ +1, ഓക്സിജൻ -2, കാർബൺ ഓക്സിജൻ CO2ൻ്റെ ഭാഗമാണ് പ്രോഡക്റ്റ് സൈഡിലുള്ള കാർബൺ. ഓക്സിജൻ -2, -2 × 2 -4. സോ കാർബൺ +4. ഇനി ഇക്വേഷൻ കെമിക്കൽ റിയാക്ഷൻ എടുത്തെഴുതി ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മളിവിടെ കണ്ടുപിടിച്ചത് അതിൻ്റെ മേലെ പോപ്പുലേറ്റ്. കാൽഷ്യത്തിൻ്റെത് +2, കാർബൺ +4, ഓക്സിജൻ -2. അങ്ങനെ പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലും ഈ ഇക്വേഷൻ്റെ മേലെ കെമിക്കൽ റിയാക്ഷൻ്റെ മേലെ ഈ ഓക്സിഡേഷൻ നമ്പേഴ്സ് എടുത്തെഴുതുക. എന്നിട്ട് കമ്പയർ ചെയ്യാം. ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കൂടിയോ കുറഞ്ഞോ എന്തോ. കാൽഷ്യം നോക്കൂ +2 ആണ് റിയാക്റ്റൻറ്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ് +2. കാർബൺ +4 ആണ് റിയാക്റ്റൻറ്റ് സൈഡിൽ, +4 ആണ് പ്രോഡക്റ്റ് സൈഡിൽ. ഓക്സിജൻ -2, -2. ഹൈഡ്രജൻ +1, +1. ക്ലോറിൻ -1, -1. എന്താ മനസ്സിലായത്? ഈ റിയാക്ഷൻ നടന്നപ്പോൾ ഒരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പറിന് വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ. അതായത് ഓക്സിഡേഷനും നടന്നിട്ടില്ല, റിഡക്ഷനും നടന്നിട്ടില്ല. സോ ദിസ് ഈസ് നോട്ട് എ റെഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ തന്നിരിക്കുന്നത് Zn plus 2HCl gives zinc chloride plus hydrogen. ഇത് റെഡോക്സ് റിയാക്ഷൻ ആണോ അല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്യാം. മനസ്സിലാദ്യം വേണ്ടത് ഹൈഡ്രജൻ +1 ആണെന്നറിയാം. ക്ലോറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്.
ഇനി സിങ്കിൻ്റെ നമുക്ക് അറിയില്ല, പക്ഷേ ഇവിടെ സിങ്ക് എലമെൻ്റൽ സ്റ്റേറ്റിൽ ആയത് കാരണം എലമെൻ്റൽ സ്റ്റേറ്റിലാവുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സോ റിയാക്ടൻ സൈഡിലെ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സിഡേഷൻ നമ്പർ 0 ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ എലമെൻ്റൽ സ്റ്റേറ്റ്. ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. HClൻ്റെ ഭാഗമായിട്ടാണ് ഹൈഡ്രജനും ക്ലോറിനും. നെക്സ്റ്റ് റിയാക്ടൻ സൈഡ് കഴിഞ്ഞു. ഇനി പ്രോഡക്റ്റ് സൈഡ്. പ്രോഡക്റ്റ് സൈഡിൽ സിങ്ക് വരുന്നത് സിങ്ക് ക്ലോറൈഡിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് സിങ്കിൻ്റെ കൂടെ ഉള്ളത് ക്ലോറിനാണ്. ക്ലോറിൻ്റെത് -1 ആണ് ചാർജ്. 2 ക്ലോറിൻ ഉണ്ട്. -1 × 2 ദാറ്റ് ഈസ് -2 ആണ് ക്ലോറിൻ്റെ ഭാഗത്തു നിന്നും ഈ സിങ്ക് ക്ലോറൈഡിലുള്ള ചാർജ്. ദാറ്റ് ഈസ് -2 ആകുമ്പോൾ ബാലൻസ് ചെയ്യാൻ സിങ്കിൻ്റെ ഭാഗത്ത് എന്താ വേണ്ടേ? +2 ചാർജ്. സോ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ദ പ്രോഡക്റ്റ് സൈഡ്. ക്ലോറിൻ -1, ഹൈഡ്രജൻ +1. സോറി, ഹൈഡ്രജൻ ഇത് എലമെൻ്റൽ സ്റ്റേറ്റിലാണ്, അപ്പോൾ 0 ആണ് പ്രോഡക്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇക്വേഷൻ എഴുതാം, വാല്യൂസ് പോപ്പുലേറ്റ് ചെയ്യുക. സിങ്കിൻ്റെ റിയാക്ടൻ സൈഡിലെ 0, ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും പോപ്പുലേറ്റ് ചെയ്തു. പ്രോഡക്റ്റ് സൈഡിലെ +1 സിങ്ക്, -1 ക്ലോറിൻ, ഹൈഡ്രജൻ്റെത് 0 പോപ്പുലേറ്റ് ചെയ്തു. ഇനി കമ്പയർ ചെയ്യൂ. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +2ലേക്ക് കൂടിയിരിക്കുന്നു. അതായത് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നു. ക്ലോറിൻ -1ൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഹൈഡ്രജൻ +1ൽ നിന്ന് 0യിലേക്ക് കുറഞ്ഞിരിക്കുന്നു. അതായത് ഹൈഡ്രജൻ റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. സോ ഈ റിയാക്ഷനിൽ ഒരു ഓക്സിഡേഷനും നടന്നിട്ടുണ്ട്, ഒരു റിഡക്ഷനും നടന്നിട്ടുണ്ട്. സിങ്കിന് ഓക്സിഡേഷനും നടന്നു, ഹൈഡ്രജന് റിഡക്ഷനും നടന്നു. ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയി നടന്നത് കാരണം ഇത് ഒരു റെഡോക്സ് റിയാക്ഷനാണ്. Question 7. A gaseous fuel carbon monoxide burns in oxygen to form carbon dioxide. നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. കാർബൺ മൊണോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായി കാർബൺ മൊണോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ മൊണോക്സൈഡ് CO, ഓക്സിജൻ CO2 കാർബൺ ഡയോക്സൈഡ്. ഇക്വേഷൻ ഫോമിലേക്ക് എഴുതി. ഇതാണ് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. കാർബൺ രണ്ട് സൈഡിലും ഓരോ ആറ്റം ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ 2, റിയാക്ടൻറ്റ് സൈഡിൽ 3. അപ്പോൾ നമുക്ക് ഒരു 2 ഇവിടെ കൊടുത്തിട്ട് ഓക്സിജൻ 2 + 2 4, റൈറ്റ് സൈഡിൽ 2. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്താൽ കാർബണും രണ്ട് സൈഡിലും 2 ആയി. ഓക്സിജൻ 2 × 2 4, ഇവിടെ 2 + 2 4. അപ്പോൾ ഓക്സിജനും കാർബണും ബാലൻസ്ഡ് ആയി. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. 2CO + O2 gives 2CO2. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് ഇത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈ റിയാക്ഷൻ ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണോ? കാർബൺ മോണോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആകുന്ന ആ റിയാക്ഷൻ റെഡോക്സ് റിയാക്ഷൻ ആണോ? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ ഓരോ എലമെൻറ്റിൻ്റെയും നമ്മൾ ഓക്സിഡേഷൻ നമ്പർ പോപ്പുലേറ്റ് ചെയ്യും. ഓക്സിഡേഷൻ നമ്പർ റിയാക്ടൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും കമ്പയർ ചെയ്തിട്ട് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അതൊരു ഓക്സിഡേഷൻ റിയാക്ഷനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് റിഡക്ഷനാണ് നടന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് ഉണ്ടായാൽ അത് ഒരു റിഡോക്സ് റിയാക്ഷനാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇനി നോക്കാം. കെമിക്കൽ ഇക്വേഷനിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? കാർബൺ റിയാക്ടൻറ്റ് സൈഡിൽ COയുടെ ഭാഗമാണ്. ഓക്സിജൻ -2 ആണ്. അപ്പോൾ കാർബൺ എന്തായിരിക്കണം? +2. ഓക്സിജൻ എലമെൻ്റൽ സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കൂ. കാർബൺ CO2ൻ്റെ ഭാഗമാണ്. ഓക്സിജൻ്റേത് -2 ആണ്. 2 ഓക്സിജൻ ആകുമ്പോൾ 2 × -2 ആകുമ്പോൾ -4 ആണ്.
കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജന്റെ ഭാഗത്തു നിന്നുള്ള ചാർജ് -4 ആണ്. അപ്പോൾ കാർബൺ അത് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ കാർബണിന് വേണ്ട ചാർജ് +4 ആണ്. അപ്പോൾ C+4 ആണ് പ്രോഡക്റ്റ് സൈഡിൽ, ഓക്സിജൻ -2. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാം. കാർബണിന്റെയും ഓക്സിജന്റെയും റിയാക്ടൻ സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തു. നോക്കൂ, കാർബൺ ഓക്സിഡേഷൻ നമ്പർ +2 നിന്ന് +4 കൂടി. അതായത് കാർബണിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ. ഓക്സിജൻ 0 നിന്നും -2 കുറഞ്ഞു. സോ ഓക്സിജന് സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതൊരു റെഡോക്സ് റിയാക്ഷൻ ആണ്. കാരണം കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് ഓക്സിഡേഷൻ നമ്പർ +2 നിന്ന് +4 മാറി. ഓക്സിജൻ റിഡക്ഷൻ സംഭവിച്ചു, 0 നിന്ന് -2 മാറി. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ? വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്? ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും ഏതാണെന്നാണ് കണ്ടുപിടിക്കണേ. ഇതാണ് നമ്മൾ ഓൾറെഡി ബാലൻസ് ചെയ്ത് ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്ത ഇക്വേഷൻ. കെമിക്കൽ റിയാക്ഷൻ, വാട്ട് ഈസ് എ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ഓക്സിജൻ, ബിക്കോസ് ഓക്സിജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഓക്സിജൻ ആണ് ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്തത്. ഓക്സിഡേഷൻ സ്വയം റിഡക്ഷൻ സംഭവിച്ചു, ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്തു. ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ഓക്സിജൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റിന് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഇവിടെ കാർബണാണ് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ കാർബൺ ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. Subscribe to this channel for more videos like this. Question. Analyze the given chemical equation. Ca plus 2HCl gives KCl2 plus H2. Mark the oxidation numbers of atoms before and after the chemical reaction. ഓക്സിഡേഷൻ നമ്പേഴ്സ് എല്ലാ എലമെന്റ്സിന്റെയും പോപ്പുലേറ്റ് ചെയ്യാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാം. ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കാൽഷ്യം, ഹൈഡ്രജൻ, ക്ലോറിൻ. ഹൈഡ്രജന്റെ നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ -1. കാൽഷ്യം എലമെന്റൽ സ്റ്റേജിലാണ്. റിയാക്ടൻ സൈഡിലെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം പോപ്പുലേറ്റ് ചെയ്യാം. കാൽഷ്യം എലമെന്റൽ സ്റ്റേറ്റിലാണ്, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0. ഹൈഡ്രജൻ HClന്റെ ഭാഗമാണ്. ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. ഇനി പ്രോഡക്റ്റ് സൈഡിലെ ഓക്സിഡേഷൻ നമ്പർ, കാൽഷ്യം ഉള്ളത് CaCl2ന്റെ ഭാഗമാണ്. Clന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. 2 ക്ലോറിൻ ഉണ്ട്. -1 × 2 ആകുമ്പോൾ -2. അപ്പോൾ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ 0 ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ +2 ആയിരിക്കണം കാൽഷ്യത്തിൻ്റെത്. ക്ലോറിൻ -1. ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിലാണ്. ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിലാവുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. കെമിക്കൽ ഇക്വേഷൻ, Ca plus 2HCl gives CaCl2 plus H2. ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പറും റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും വരുമ്പോൾ ഉള്ളത് പോപ്പുലേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ? ഈ റിയാക്ഷനിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഏതാണ്? കാൽഷ്യം. കാൽഷ്യത്തിന് നോക്കൂ, 0 നിന്ന് ഓക്സിഡേഷൻ നമ്പർ 2 കൂടിയിരിക്കുന്നു. കാൽഷ്യം ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. കാരണം 0 നിന്ന് +2 ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആറ്റം അണ്ടർഗോസ് റിഡക്ഷൻ? ഇതിൽ ഏതാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ്റെത് +1 നിന്ന് 0 കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്നു. സോ ഹൈഡ്രജനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. കാരണം +1 to 0 ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജന്റ്? ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഏതായിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ. സോ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ഹൈഡ്രജൻ. ബിക്കോസ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ HClന്റെ ഭാഗമായ H+ ആണ് ഓക്സിഡൈസിങ് ഏജന്റായി വർക്ക് ചെയ്യുന്നത്. ഇനി
റെഡ്യൂസിങ് ഏജന്റിന് എന്താ സംഭവിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത് കാൽഷ്യമാണ്. അപ്പോൾ കാൽഷ്യമാണ് റെഡ്യൂസിങ് ഏജന്റ്. Question. Analyze the given chemical equation and check whether they are a redox reaction or not. തന്നിരിക്കുന്നത് NaOH plus HCl gives NaCl plus H2O. ഈ റിയാക്ഷൻ റെഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്സിഡേഷൻ നമ്പർ റിയാക്റ്റന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എല്ലാ എലമെന്റിന്റെയും നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാം. ഇവിടെ സോഡിയം, ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ അതിൻ്റെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയാവുന്നത് പോപ്പുലേറ്റ് മനസ്സിലോർത്തു. ഓക്സിജൻ -2, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. ഇനി സോഡിയത്തിൻ്റെ റിയാക്റ്റന്റ് സൈഡിൽ NaOHന്റെ ഭാഗമാണ് സോഡിയം. ഇവിടെ ഓക്സിജൻ്റെത് -2, ഹൈഡ്രജൻ്റെത് +1. അപ്പോൾ -2 +1 ആകുമ്പോൾ ഈ OH ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നത് -2 +1 ആകുമ്പോൾ -1. അപ്പോൾ ബാലൻസ് ചെയ്യണമെങ്കിൽ സോഡിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് +1. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഇൻ NaOH. നെക്സ്റ്റ് ഓക്സിജൻ -2, ഹൈഡ്രജൻ +1. ഇനി പ്രോഡക്റ്റ് സൈഡിലെയോ? പ്രോഡക്റ്റ് സൈഡിൽ സോഡിയം വരുന്നത് ക്ലോറിൻ്റെ ഭാഗമായിട്ടാണ്. ക്ലോറിൻ്റെത് -1 ആണ്. സോ സോഡിയത്തിൻ്റെത് +1. ന്യൂട്രലൈസ് ചെയ്യണമല്ലോ NaClൻ്റെ ടോട്ടൽ ചാർജ്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും സോഡിയത്തിൻ്റെത് +1, ക്ലോറിൻ -1, ഹൈഡ്രജൻ +1, ഓക്സിജൻ്റെത് -2 ആണ്. 2 ഹൈഡ്രജൻ, ഈ ഓക്സിജൻ്റെ -2നെ ബാലൻസ് ചെയ്യണം. ഓരോ ഹൈഡ്രജനും +1, ഹൈഡ്രജൻ +1, ഓക്സിജൻ -2 പ്രോഡക്റ്റ് സൈഡിൽ. കെമിക്കൽ ഇക്വേഷൻ എഴുതാം. ഈ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓരോ എലമെൻറ്റിൻ്റെയും മേലെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. കമ്പയർ ചെയ്യൂ. ഓക്സിഡേഷൻ നമ്പറിന് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട്. സോഡിയത്തിൻ്റെത് +1 തന്നെ കണ്ടിന്യൂ ചെയ്തു. ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ റിമൈൻസ് ദ സെയിം ആണ്. സോ ദിസ് ഈസ് നോട്ട് എ റെഡോക്സ് റിയാക്ഷൻ. ദർ ഇസ് നോ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ഒക്കെ ഹിയർ. അതുകൊണ്ട് ഓക്സിഡേഷൻ റിഡക്ഷനും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു റെഡോക്സ് റിയാക്ഷൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. H2S plus Cl2 gives to HCl plus S. ഈ കെമിക്കൽ റിയാക്ഷൻ റെഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയണം. ഇവിടെ ഹൈഡ്രജൻ, സൾഫർ, ക്ലോറിൻ ഇതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാം. ഓക്സിഡേഷൻ നമ്പേഴ്സ് റിയാക്റ്റൻറ്റ് സൈഡിൽ ഓക്സിജൻ്റെത് -2 ഓക്സിഡേഷൻ നമ്പർ, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഇൻഫർമേഷനാണ്. നമുക്ക് ഹൈഡ്രജൻ്റെത് റിയാക്റ്റൻറ്റ് സൈഡിൽ +1, സൾഫറാണ് ഹൈഡ്രജൻ്റെ കൂടെ ആണ് H2Sൻ്റെ ഭാഗമായിട്ടാണ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്. ഇവിടെ ഹൈഡ്രജൻ്റെത് +1 ആണ്. 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ +1 × 2 ആണ്. സോ +2 ആണ് ഹൈഡ്രജൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജ് ഈ H2Sൽ. ഇത് +2 ഹൈഡ്രജൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ സൾഫറിന് വേണ്ടത് -2. സൾഫറിൻ്റെത് -2 ആണ് റിയാക്റ്റൻറ്റ് സൈഡിൽ. ക്ലോറിൻ എലമെൻ്റൽ സ്റ്റേറ്റിലാണ്. എലമെൻ്റൽ സ്റ്റേറ്റിലാകുമ്പോൾ ക്ലോറിൻ്റെത് ഓക്സിഡേഷൻ നമ്പർ 0. ഇനി പ്രോഡക്റ്റ് സൈഡിലെ പോപ്പുലേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ +1, ക്ലോറിൻ -1, സൾഫർ എലമെൻ്റൽ സ്റ്റേറ്റിലാണ്. സൾഫർ എലമെൻ്റൽ സ്റ്റേറ്റിലാകുമ്പോൾ 0, ഓക്സിഡേഷൻ നമ്പർ 0. ഇനി ഇക്വേഷൻ എടുത്തെഴുതാം. ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ പോപ്പുലേറ്റ് ചെയ്യാം, കമ്പയർ ചെയ്യണം. ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ് റിയാക്റ്റൻറ്റ് സൈഡിൽ. പ്രോഡക്റ്റ് സൈഡിൽ 0, അതായത് -2ൽ നിന്ന് 0യിലേക്ക് കൂടി, അതായത് സൾഫറിന് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്ലോറിൻ 0യിൽ നിന്ന് -1ലേക്ക് കുറഞ്ഞിരിക്കുന്നു. അതായത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്നു, ക്ലോറിന് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നു. സോ സൾഫറിന് ഓക്സിഡേഷനും ക്ലോറിന് റിഡക്ഷനും സംഭവിച്ചിരിക്കുന്നു. ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻക്രീസ് ഫ്രം -2 to 0. So it is oxidized. Oxidation number of chlorine
decreased from 0 to -1. So chlorine is reduced. So this is a redox reaction. 10th question. A chemical reaction is given in the concept map. Find out the oxidation number of each atom. ഈ കൺസെപ്റ്റ് മാപ്പിൽ Fe+S gives FeS. ഇതിൽ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കംപ്ലീറ്റ് ചെയ്യാം. ഹിൻഡ് തന്നിട്ടുണ്ട്. സൾഫറിൻ്റെ വാലൻസി 2 ആണ്, അയണിൻ്റെ വാലൻസി 2 ആണ്. ഇക്വേഷൻ Fe+S gives FeS. നമുക്ക് നോക്കാം. Fe+S gives FeS. ഇതിൽ Fe റിയാക്ടൻറ്റ് സൈഡിൽ എലമെൻ്റൽ ഫോമിലാണ്, ഓക്സിഡേഷൻ നമ്പർ 0. സൾഫർ എലമെൻ്റൽ ഫോമിലാണ്, ഓക്സിഡേഷൻ നമ്പർ 0. FeSൽ രണ്ടിന് വാലൻസി 2 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ Fe ഒരു മെറ്റലാണെന്ന് നമുക്കറിയാം, സൾഫർ ഒരു നോൺ മെറ്റലാണ്. മെറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യും, അപ്പോൾ പോസിറ്റീവിലേക്ക് പോകും. അപ്പോൾ Feയുടെയാണ് +2, സൾഫറിൻ്റെത് ഓക്സിഡേഷൻ നമ്പർ -2. ഇനി ഇത് അല്ലാതെ മേ ബി നമുക്ക് H2S എന്നുള്ളത് നമുക്ക് ഒരു അറിയുന്ന ഒരു കോമ്പൗണ്ടാണ്. H2S നോക്കുകയാണെങ്കിൽ H2Sൽ ഹൈഡ്രജൻ്റെത് +1 ആണ്, 2 ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെത് +2 ആണ്. H2Sൽ ഹൈഡ്രജൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജ് വരുന്നത്. അപ്പോൾ H2Sൽ ഹൈഡ്രജൻ +2 ചാർജ് കൊടുത്താൽ സൾഫറിൻ്റെത് -2. അതായത് സൾഫർ ഒരു നോൺ മെറ്റൽ ആയത് കാരണം ഇലക്ട്രോൺസ് റിസീവ് ആണ് ചെയ്യുന്നത്. സൾഫർ -2 കൊടുത്തു, അയൺ മെറ്റലിന് +2 കൊടുത്തു. ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇത് ഏത് ആറ്റമാണ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്? ഏതിൻ്റെയാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുന്നത്? അയൺ. Fe 0ൽ നിന്ന് +2ലേക്ക് മാറിയില്ലേ, അപ്പോൾ ഓക്സിഡൈസ്ഡ് അയൺ. ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ്. ഏതിൻ്റെയാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണേ? അയണിൻ്റെ. 0 to +2 ഓക്സിഡൈസ് ചെയ്ത അയണിൻ്റെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ്. ഏതിൻ്റെയാണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്? 0ൽ നിന്ന് -2ൻ്റെ സൾഫറിൻ്റെയാണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ബിഫോർ ദ റിയാക്ഷൻ. ബിഫോർ ദ റിയാക്ഷൻ 0. ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജൻറ്റിന് സംഭവിക്കുന്നത് റിഡക്ഷനാണ്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് സൾഫറിനാണ്. അപ്പോൾ സൾഫറാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്? റെഡ്യൂസിങ് ഏജൻറ്റിന് റിയാക്ഷനിൽ സംഭവിക്കേണ്ടത് ഓക്സിഡേഷനാണ്. ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത് അയണിനാണ്. അപ്പോൾ അയൺ ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയൺ ബിഫോർ ദ റിയാക്ഷൻ. ബിഫോർ ദ റിയാക്ഷൻ അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയൺ ആഫ്റ്റർ ദ റിയാക്ഷൻ. ആഫ്റ്റർ ദ റിയാക്ഷൻ അയണിൻ്റെ +2. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ആഫ്റ്റർ ദ റിയാക്ഷൻ. സൾഫർ ആഫ്റ്റർ ദ റിയാക്ഷൻ -2. ആറ്റം ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ഏത് ആറ്റമാണ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്? സൾഫർ. സൾഫറിൻ്റെയാണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്നത്. ആറ്റം ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ഈസ് സൾഫർ. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.